ഐശ്വര്യ, ഈ ADM നവീൻ ബാബുവിൻ്റെ മരണപ്പെട്ട കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ കേസിൽ പിന്നെ ഈ പറയുന്ന സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷണൽ ബെഞ്ചിലേക്ക് കേസെത്തുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ വളരെ അതിശയപ്പെടുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന് കുടുംബം പറഞ്ഞു എന്ന വൻ ചതി നമ്മൾ കേട്ടു. ശ്രീകുമാർ എന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത്, ആ അഡ്വക്കേറ്റിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പെരിയ കേസ് മുതൽ നിരവധി CPM പിന്നെ പ്രതികളായിട്ടുള്ള കേസുകളെയൊക്കെ അട്ടിമറിച്ച് പിന്നെ വാദിഭാഗത്തിനെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ള, ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം. കോടതിയിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന് ഇതിലേക്ക് ഹൈക്കോടതിയിൽ നിന്നല്ല ഒരു കോടതിയിലും കേസ് വാദിക്കാൻ ഇറക്കരുതെന്ന രീതിയിലൊക്കെ വളരെ നമ്മുടെ മണ്ഡലത്തിലെ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, സാമൂഹിക മണ്ഡലത്തിലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിനെ മാറ്റിയ ശേഷം ഇപ്പോൾ അവർ ശ്രീകുമാർ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം അവർ ഇപ്പോൾ രാംകുമാർ എന്ന അഡ്വക്കേറ്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാംകുമാർ ഒരു വളരെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ്. രാംകുമാർ സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹം വന്നതിൻ്റെ ഒരു ചെറിയ അനക്കം ഈ കേസിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും അറിയാൻ കഴിയുന്നത്. എന്ത് പറയുക? തീർച്ചയായിട്ടും ശ്രീകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ ആദ്യം ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം, ശ്രീകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ ഇങ്ങനെ ഒരു പൂർവ്വകാല ചരിത്രം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ജോൺ റാൽഫ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരാളാണ്. അദ്ദേഹത്തിനെ മാറ്റി മറ്റൊരാളെ വെക്കുമ്പോൾ ദ ബെസ്റ്റ് വെക്കാമായിരുന്നു. പകരം ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അങ്ങോട്ടേക്ക് വന്നത് തന്നെ ഏതോ ഒരു തിരക്കഥയാണ്. അത് തന്നെ ഒരു തിരക്കഥയാണ്. അല്ലെങ്കിൽ ശ്രീകുമാറിന്റെ ഇങ്ങനെ ഒരു പൂർവ്വകാല ചരിത്രമുള്ള ഒരാള് അവർക്ക് പോലും അറിയാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ മഞ്ജുഷയ്ക്ക് അതിനെപ്പറ്റി അറിയണം എന്നില്ല. അവരൊരു സാധു സ്ത്രീ, അവർക്ക് വിദ്യാഭ്യാസം വിവരമുള്ള അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു പക്ഷേ പ്രവീൺ ബാബുവിന് അറിയാൻ പറ്റിയേക്കും, അവരുടെ കൂട്ടത്തിലുള്ള അഡ്വക്കേറ്റ്സിന് അറിയാൻ പറ്റിയേക്കും. ബന്ധുക്കളിൽ പലരും അഡ്വക്കേറ്റ്സ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഈ CPM അനുഭാവികളായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും ഇദ്ദേഹം ഇങ്ങനെയാണ്, ശ്രീകുമാർ ഇത്തരക്കാരനാണ് എന്നറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു റിമാർക്കുള്ള ഒരാളെ പിടിച്ച് നവീൻ ബാബുവിൻ്റെ പോലൊരു കേസിൽ വെച്ചു എന്നുള്ളത് ആദ്യത്തെ തെറ്റ്. അപ്പോൾ അത് തന്നെ ഒരു തിരക്കഥയാണ് എന്നുള്ളത് വ്യക്തം. സെക്കൻഡ് വണ്ണേഴ്സ് പുള്ളിക്കാരൻ ഇപ്പോൾ ചെന്നിട്ട് പറയുകയാണ്, കോടതിക്ക് മുന്നിൽ പറയുന്നു, ക്രൈംബ്രാഞ്ചിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായാലും കുഴപ്പമില്ല, CBI തന്നെ വരണം എന്നില്ല, ക്രൈംബ്രാഞ്ചിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായാലും മതി എന്ന് പറയുന്നു. പക്ഷെ അത് അറിഞ്ഞ ഉടനെ, അത് ആദ്യം അറിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരു ഞെട്ടലായിരുന്നു. പറഞ്ഞതുപോലെ മഞ്ജുഷ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നുള്ളതായിരുന്നു. പക്ഷെ മഞ്ജുഷയല്ല പിന്നോട്ട് പോയത്, മഞ്ജുഷ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായി. അപ്പം തന്നെ മഞ്ജുഷ നല്ല ആർജവത്തോട് കൂടിയിട്ട് അയാളെ മാറ്റി, പകരം അയാളെക്കാളും സീനിയർ ആയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള K. രാംകുമാറിനെ വെച്ചു എന്നുള്ളത് വരെ ശരി. പക്ഷേ ഈ ശ്രീകുമാർ കാണിച്ചത് ചതിയാണ്. ഈ ചതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. ബാർ അസോസിയേഷനിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വഴിക്കും കൂടെ പോകേണ്ടതാണ്. പക്ഷെ അതിന് ബന്ധുക്കൾ തയ്യാറായിട്ടില്ല. അത് മഞ്ജുഷയുടെ ഭാഗത്ത് ഞാൻ തെറ്റു പറയില്ല. അവരുടെ ചുറ്റും നിൽക്കുന്ന ഒരു ഇതും പാർട്ടിയുടെ ഒരു ബലവും ഒക്കെ കൊണ്ടായിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ ചെയ്യേണ്ടതായിരുന്നു ശ്രീകുമാറിന്റെ കാര്യത്തിൽ. എന്തായാലും അടുത്തത് നോക്കുമ്പോൾ രാംകുമാർ സാർ വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു ഇലയനക്കം എന്ന് ചേട്ടൻ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു ചെറിയ അനക്കം തന്നെയാണത്. അതായത് ഇപ്പം രാംകുമാർ വന്നു വാദിച്ച ഉടനെ തന്നെ CBI വരുന്നു എന്നുള്ളതല്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും പോലീസിന്റെ കേസ് ഡയറി കാണണം എന്ന് കോടതി പറഞ്ഞേക്കാണ്. അപ്പോൾ ആ കേസ് ഡയറി കാണണം എന്ന് പറഞ്ഞത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ ഒരു കേസിൽ. ഉറപ്പായിട്ടും അതായത് നമ്മളൊരു പദപ്രശ്നത്തിൽ പൂരിപ്പിക്കപ്പെടാത്ത ചില ഭാഗങ്ങൾ പോലെ എങ്ങും എത്താത്ത ഒരു അന്വേഷണം. അതെ, ഇതിപ്പോ കോടതിക്ക് മുന്നിൽ ചെല്ലുന്ന തെളിവുകൾ അല്ലെങ്കിൽ അവിടെ വാദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കോടതി ഇപ്പൊ അറിയുന്നുള്ളൂ. പക്ഷെ കേസ് ഡയറി വായിക്കുമ്പോൾ കോടതിക്ക് തന്നെ വിലയിരുത്താൻ പറ്റും ഈ ഒരു സംഭവം എന്താണ്, എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത്. നിസ്സാരമായിട്ട് ആ CCTV വിഷ്വൽസ്, നമ്മളുടെ നവീൻ ബാബു അവിടെ നിന്ന് ഇറങ്ങിയത് മുനീശ്വരൻ കോവിലിൽ പോയി എന്ന് പറയുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ പോയത്, തിരിച്ചെങ്ങനെ ക്വാർട്ടേഴ്സിലെത്തി, അതുപോലെയുള്ള ഒരുപാട് സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന CCTV വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസ് ഇതുവരേക്കും നമ്മൾ മാധ്യമങ്ങളിൽ ഇരുന്ന് പറയുന്നതല്ലാണ്ട് അതെ, അത് ഇതുവരെ എടുക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ കോടതി ഈ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ കോടതിക്ക് സ്വാഭാവികമായിട്ടും ഉയർത്താൻ പറ്റുന്നൊരു ചോദ്യമാണ് ആ CCTV വിഷ്വൽസ് എവിടെയെന്നുള്ളത്. അത് കൊണ്ടുവരാൻ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കേസിന് ഒരു ടേണിംഗ് പോയിന്റ് കിട്ടും.
അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൂടി വരികയാണ് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ട് പോലീസ് അന്വേഷണം മതി, CBI വേണ്ട എന്ന് പറയുമ്പോഴും ഇതുപോലും എടുക്കാത്ത പോലീസിന്റെ എന്ത് അന്വേഷണമാണ് എന്ന് ചോദിക്കാൻ കോടതിക്ക് എവിടെ കൊണ്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് അതായത് ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ പറയാം. ഐശ്വര്യ പറഞ്ഞു വെച്ചതിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്വാളിഫൈഡായ വ്യക്തിയാണ് എന്ന് പറയുമ്പോഴും ഈ ശ്രീകുമാർ എന്ന വക്കീലിനെ അവരെ ചതിച്ച വക്കീലിനെ വെക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു എന്ന കാര്യം പറഞ്ഞല്ലോ. അതിനകത്ത് മറ്റൊരു വസ്തുത കൂടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി ആന്തൂർ സാജൻ്റെ കേസ് ഒതുക്കി തീർത്ത് അറിയാമല്ലോ. ആന്തൂർ സാജൻ്റെ കേസ് ഈ പറയുന്ന ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ അതിൽ ഇൻവോൾവ് ആണ്. ആര്? ശ്യാമള. ഈ ശ്യാമള ഇൻവോൾവ് ആയ കേസ് എങ്ങനെയാണ് അവർ ഒതുക്കി തീർത്തത് എന്നുള്ളത് പോലെ തന്നെ ഒരു CPM കുടുംബം എന്ന് നമ്മളിവിടെ പറയുമ്പോഴും ഈ CPM കുടുംബത്തിലേക്ക് വളരെ ഇൻഫ്ലുവൻസ് പാർട്ടിക്കാർ നടത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഈ ശ്രീകുമാർ എന്ന വക്കീലിനെ അവിടെ സ്ഥാപിക്കപ്പെട്ടത്. കാര്യം ശ്രീകുമാർ വെറുതെയല്ല അവിടെ ഈ കേസിലേക്ക് വന്നത്. കാര്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ശശി അഡ്വക്കേറ്റ് കൂടെയാണ്. ശശി ഇത്തരത്തിലുള്ള കള്ളപ്രവൃത്തികളിലൊക്കെ തന്നെ ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇനിയിപ്പോൾ വരും ഭാവിയിൽ ഇപ്പം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ ആക്കാൻ പോവുകയാണ്. തലശ്ശേരിയിൽ മത്സരിപ്പിക്കാൻ പോവുകയാണ്. ഭരണം ഇനി വരികയാണെങ്കിൽ ഒരു വേള ചിലപ്പോൾ ശശി തന്നെ ആഭ്യന്തരമന്ത്രിയായി തന്നെ വരുന്നത് നമുക്ക് കാണേണ്ട ഗതികേട് കേരള സമൂഹത്തിനുണ്ടായിരിക്കും. അപ്പോൾ ഈ ശശി എന്ന് പറയുന്ന മാനിപ്പുലേറ്റർ, അതായത് ഇങ്ങനെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ തിരിക്കാം മറിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചില സിനിമകളിൽ കാണും, ചില നിഗൂഢ പദ്ധതികളുടെ ആൾക്കാർ പോലെ ആ കഷണ്ടിത്തലയിലെ ബുദ്ധിയാണ് ശശി എന്ന ആ വ്യക്തിയുടെ കഷണ്ടിത്തലയിലെ ബുദ്ധി തന്നെയാണ് ഈ കണ്ടിരിക്കുന്ന ശ്രീകുമാർ എന്ന അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നത്. അത് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇവരുടെ സഹോദരന്മാരുടെ മേൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിന് മേൽ ഇപ്പോഴും പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ വന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. ഒരു കാര്യം കൂടെ ഞാനിതിൽ പറഞ്ഞോട്ടെ. ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ CCTV ദൃശ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. CCTV ദൃശ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണശേഷം നമ്മൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യം, കണ്ണൂർ ആ പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു വൻ മോഷണം നടന്നു. ആ വൻ മോഷണം നടന്നത് പോലീസ് കണ്ടുപിടിച്ചതിൻ്റെ ആ ഒരു പ്രകീർത്തനം നമ്മളെല്ലാം കേട്ടു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു മോഷണത്തെ കാലങ്ങൾക്ക് ശേഷം അവർ കണ്ടുപിടിച്ചതൊക്കെ പണ്ട് അവർക്ക് ലഭ്യമായിരുന്ന ചില CCTV ദൃശ്യങ്ങൾ തുടങ്ങിയിട്ട് അവരുടെ അന്വേഷണത്തിലുള്ള കഴിവാണ് അവരവിടെ കാണിച്ചത്. അങ്ങനെയുള്ള പോലീസുള്ള കണ്ണൂർ ജില്ലയിലാണ് ഈ നാളിതുവരെ നാം അടങ്ങുന്ന സാമൂഹിക മാധ്യമങ്ങൾ ദിവസം ഒരു വീഡിയോ എങ്കിലും ചെയ്യാത്ത ദിവസം ഈ കേസിനെ സംബന്ധിച്ചില്ല. നാമെല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, നാമെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ അത് എവിടെ എന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല എന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയേണ്ടി വരും. ഉറപ്പായിട്ടും അത് ഇപ്പോൾ തിരക്കഥകളുടെ കാര്യം പറഞ്ഞാൽ CPM തിരക്കഥകൾക്ക് നമുക്ക് പഞ്ഞമില്ലാത്തതാണ്. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ ആ കഷണ്ടിത്തലയ്ക്കുള്ളിലെ ബുദ്ധി, ഒരുപാട് കഷണ്ടിത്തലകൾ അവിടെ ഉണ്ടല്ലോ. ഒരുപാട് ഇത്തരത്തിലുള്ള നിഗൂഢ പദ്ധതികൾ അവർക്കുണ്ടാകും. പിന്നെ ഒന്നും കൂടെ പറയാനുണ്ട്, ഇവരുടെ മേൽ ഈ സമ്മർദ്ദം പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും സമ്മർദ്ദം പോകുന്നതെന്ന് കൂടെ പറയാം. PP ദിവ്യയെ ഞങ്ങൾ കുറ്റക്കാരിയാക്കിയല്ലോ, ഇങ്ങനെയായിരിക്കും പറയുന്നത്. PP ദിവ്യയെ ഞങ്ങൾ കുറ്റക്കാരിയാക്കിയല്ലോ, മുഖ്യമന്ത്രി അടക്കം തള്ളിപ്പറഞ്ഞില്ലേ, പാർട്ടി പരിപാടികൾ ഞങ്ങൾ തള്ളിപ്പറഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് പോയവർക്ക് തിരിച്ചു കിട്ടില്ലല്ലോ ചേട്ടാ. ഇതിലെ നമ്മൾ ഒരു കുടുംബത്തിലൊക്കെ നമ്മുടെ കുടുംബം, നമ്മളെല്ലാവരും കുടുംബവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു മാനുഷികത ഉള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ളൊരു വേദന ഉണ്ടാകുള്ളൂ. അത്തരത്തിൽ മനുഷ്യനാകണം. നമ്മൾ കഴിഞ്ഞൊരു സംസാരത്തിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു, മനുഷ്യനാകണം എന്ന് വെറുതെ പാട്ടിലൂടെ പറഞ്ഞാൽ പോരാ. മാനുഷികത, മാനവികത ഒക്കെ പറയുന്ന വാക്കസരത്തിലല്ല വേണ്ടത്, പ്രവൃത്തിയിലൂടെയാണ് കാണിക്കേണ്ടത്. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. ആ മാർക്സിസം ഇന്നുണ്ടോ എന്ന് പാർട്ടിയിലെ അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒന്നുകൂടി ഇരുന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇവിടെ ശ്രീകുമാർ അഡ്വക്കേറ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, ആ തിരക്കഥയുടെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ, ഇതൊരു ഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ നേരത്തെ തന്നെ ആക്കിയൊരു കഥയാണ് എന്ന് മനസ്സിലാവാനുള്ള വേറൊരു കാര്യം, ഇപ്പോൾ ഇവിടെ പറയുന്ന നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങളെയൊക്കെ പ്രതിഭാഗം ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ശ്രീകുമാർ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അത് പ്രതിഭാഗം ഒപ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്കും വേണ്ട പ്രോസിക്യൂഷൻ അതിനെ ഒപ്പോസ് ചെയ്തിട്ടില്ല. കാര്യം ആ കഥ അവർക്ക് നേരത്തെ അറിയാം. ഇങ്ങനെ ഞാൻ പറയാൻ പോകും, ഞാൻ ഇങ്ങനെ പറയും എന്ന് ശ്രീകുമാർ ആൾറെഡി അറിയിച്ചു കഴിഞ്ഞു.
കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ ഇപ്പം പറഞ്ഞു തരാം. അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇറങ്ങി എന്ന് പറയുകയാണ്, CBI ഒക്കെ കൂട്ടിലടച്ച് തത്തയല്ലേ, CBI ഒക്കെ ഇവിടെ ആർക്ക് വേണം എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ദാറ്റ് സ്റ്റോറി ആൾറെഡി, ആ കഥ ആൾറെഡി എഴുതി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഐശ്വര്യ പറഞ്ഞ പോലെ അത് എഴുതി കഴിഞ്ഞൊരു സാധനമാണ്. ഇങ്ങനെ അദ്ദേഹം പറയുമെന്നും പിന്നീട് നമുക്കിങ്ങനെ തിരിച്ചു പറയാമെന്നും ആൾറെഡി അവിടെ അവർ മനസ്സിൽ അവർ പാർട്ടിയിൽ അവർ കണക്ക് കൂട്ടി കഴിഞ്ഞു. കാര്യം അവരുടെ കണക്ക് കൂട്ടലുകൾ തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് കാണുമ്പോൾ അടുത്തൊരു ഗെയിം അവരുണ്ടാക്കും. ഭരണമുണ്ടല്ലോ. അതെ, ന്യായീകരിച്ച് മെഴുകാനായിട്ട് കുറെ ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരിച്ച് മെഴുകൊക്കെ മാത്രമല്ല, ഞാനോ നിങ്ങളോ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഈ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടന്നപ്പോൾ ഞാനോ നിങ്ങളോ ചിന്തിച്ചോ PP ദിവ്യയെ ഈ പാർട്ടി തള്ളി പറയുമെന്ന്? ഇല്ല, അപ്പൊ തള്ളി പറഞ്ഞില്ലേ? അതാണ് ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ തള്ളിപ്പറഞ്ഞില്ലേ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും പോരെ എന്ന് തന്നെയായിരിക്കും അവരെ വീട്ടിൽ ചെന്നിട്ടുണ്ടാവുക. ഉറപ്പായിട്ടും. എന്തായാലും ഇവിടെ രാംകുമാർ സാറിന്റെ ഒരു വരവ് എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ ഇലയനൊക്കെ നല്ലൊരു കൊടുങ്കാറ്റായിട്ട് തന്നെ അത് മാറുമെന്ന്. ശരി, അങ്ങനെയൊന്നും കൊടുങ്കാറ്റാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. CBI വന്നാൽ നാം തെല്ലെന്ന് ആശ്വസിക്കും. രാംകുമാറിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ചരിത്രമുണ്ട്. ഞാൻ ആരുടെ പക്ഷവും പറയുന്നതല്ല. കാര്യം അങ്ങനെയാണ് ഇവിടുത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വെച്ച കാര്യം ദൈവത്തിന് പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ എല്ലാം ജീവിതം ഭഗവാൻ എഴുതി വെച്ച ഓരോ തിരക്കഥയാണ്. ഓരോ ദിവസവും ഓരോ സീനും ഭഗവാൻ എഴുതി വെച്ച തിരക്കഥയുടെ എന്ന് നാം കാൽപ്പനികതയോടെ പറയുമ്പോഴും നമ്മളെക്കാളൊക്കെ ഉപരി പല നിഗൂഢതകളും എഴുതി വെക്കപ്പെടുന്നത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു വൻ സംഘം ഇവിടെയുണ്ട്. നമ്മളൊക്കെ വെറും കളിപ്പാവകൾ മാത്രം, അത്രയേ ഉള്ളൂ. അല്ല, ഉറപ്പായിട്ടും. എന്തായാലും നമ്മൾക്ക് ഈ പറയുന്നത് പോലെ നമുക്ക് predict ചെയ്യാൻ പറ്റില്ല. BJP രാഷ്ട്രീയം ഇതിനകത്ത് വൻ ഘടകമാണ്. കാര്യം അവിടുന്ന് പിന്നെ കേന്ദ്രത്തിൽ നിന്നും കൂടെ അനുമതി വേണം, BJP തീരുമാനിക്കണം CBI വരണമെന്ന്. അതിനെയും 31 പ്രാവശ്യം കേസ് മാറ്റി വെച്ച ആൾക്കാരുള്ള സ്ഥലമാണ് ഇവിടെ. എന്തായാലും നമ്മൾക്ക് സമാധാനിക്കാവുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ കോടതി സാധാരണക്കാരനെ ആശ്വസിക്കാനുള്ള വക ഈ കേസ് ഡയറി കാണണമെന്ന് പറഞ്ഞതാണ് കോടതി പറഞ്ഞത് മാത്രമാണ്. എന്തായാലും ഈ കേസ് ഡയറി കാണുന്ന ഒരു അവസ്ഥ വരുമ്പോ ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് കോടതിക്ക് ഈ കേസ് ഡയറിയിൽ പൂരിപ്പിക്കപ്പെടാത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ കണ്ണൂര് നമ്മളുടെ ആ മറ്റേ മോഷണ കഥ കണ്ടുപിടിച്ച പോലീസിന്റെ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ. ആ മോഷണ കഥയെന്നല്ല നാം ഈ പോലീസിനെ അടച്ചാക്ഷേപിക്കത്തില്ല ഒരിക്കലും. കാരണം കേരള പോലീസ് എന്ന് പറയുന്ന ഇത്രയും പ്രഗത്ഭരായ പോലീസിനെ വേറെ ഇല്ല. പക്ഷെ അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവരെ കാലി കൂട്ടിക്കെട്ടി അവരെ നിർബന്ധിച്ച് അവരെ ഇപ്പൊ തന്നെ ഇത് നമ്മുടെ സംസാരം നീണ്ടുപോകും. ഈ കേസ് നടന്ന ശേഷം SIT എന്ന ഒരു സംഘത്തെ അവർ നിയോഗിച്ചതിൽ തന്നെ അവിടെ തന്നെ അവരുടെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമകളായിട്ടുള്ള നിരവധി പോലീസുകാരെയാണ് അതിലവർ നിയമിച്ചത്. ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ബ്രില്യന്റ് ആയിട്ടുള്ള പോലീസുകാർ ഒരുപാട് പേരുണ്ട്. നമ്മളുടെ ഈ ഗ്രീഷ്മ മറ്റേ ഷാരൂൺ വധ കേസൊക്കെ അങ്ങനെ. അത് മാത്രമല്ല ഒരുപാട് അവരുടെയൊക്കെ ഐശ്വര്യ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഭരണാധികാരി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവരുടെ കീഴിലുള്ള ആരും. രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മന്ത്രിയും ആ രാജ്യത്തെ പ്രജകളും. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം ഇത് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥ മാത്രമായിരുന്നു ഈ പറയുന്ന ശ്രീകുമാർ എന്ന വക്കീലിനെ കൊണ്ടുവന്നതും ആ ഒരു ഗെയിം ഉണ്ടായത്. ആ ഗെയിം പൊളിച്ചടക്കപ്പെട്ടു എന്നുള്ളത് അതും ദൈവത്തിൻ്റെ ഒരു കളിയാണ്. നമുക്ക് കാണാം ഈ കേസ് ഡയറിയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കൊരു ചർച്ചയ്ക്ക് ഇരിക്കേണ്ടതിൻ്റെ രീതിയിൽ. അതായത് നമുക്കൊരു വിഷയം സംസാരിക്കുന്നത് നമുക്കെന്നല്ല കേരള സമൂഹത്തിന് അയ്യോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്ത് ഒതളങ്ങയാണ് ഈ SIT എന്ന് പറയുന്ന പോലീസ് സംഘം അന്വേഷിച്ചത്, കഴുപ്പണംകെട്ട പോലീസ് എന്താ അന്വേഷിച്ചതെന്ന് സമൂഹം ചോദിക്കും. ആ SIT സംഘത്തെയാണ് കഴുപ്പണംകെട്ട പോലീസ് എന്ന് പറഞ്ഞത്, അല്ലാതെ പോലീസ് സേനയെ അല്ല നാം പറഞ്ഞത്.